ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ തീരുമാനമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പല വിഷയങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളാണോ? ദൈവവചനം ശ്രദ്ധയോടെ കേൾക്കുന്ന ഒരാളാണോ? അത് വിശ്വസിച്ച് ഏറ്റെടുക്കുന്ന ഒരാളാണോ? ദൈവം നിന്നെ ഓർത്ത് പ്രസാദിക്കുമെന്ന് മാത്രമല്ല, നിനക്ക് വേണ്ടി അനുഗ്രഹത്തിൻ്റെ ഒരു തീരുമാനം ദൈവം എടുക്കും. നിൻ്റെ കുടുംബത്തിന് വേണ്ടി നന്മയുള്ളൊരു തീരുമാനം ദൈവം നിനക്ക് വേണ്ടി എടുത്തു തരും. ദൈവം നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു തീരുമാനം എടുക്കും. ഇന്നുവരെ തടസ്സമാണ്, ചെയ്തതെല്ലാം പരാജയമാണ്, എവിടെ ചെന്നിട്ടും എനിക്ക് വിജയമില്ല. പക്ഷെ അനുഗ്രഹത്തിൻ്റെ ഒരു തീരുമാനം നീ അനുഭവിക്കും. അനുഗ്രഹത്തിൻ്റെ ഒരു തീരുമാനം നിൻ്റെ മേൽ വരാൻ തുടങ്ങും. അനുഗ്രഹത്തിൻ്റെ തീരുമാനം. ഹല്ലേലൂയ. ഒരു പ്രാർത്ഥന സ്വർഗത്തിൽ ഉയർന്നപ്പോൾ, സ്വർഗത്തിലേക്ക് എത്തിയപ്പോൾ ദൈവം പ്രസാദിച്ചു എന്ന് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പിട്ട് നിർത്തുവല്ല. ആ ദൈവപ്രസാദം ഉണ്ടായപ്പോൾ ആ ബലി അർപ്പിച്ച, ആ പ്രാർത്ഥിച്ച നോഹയെ, ആ ദേശത്തെ, ആ ലോകത്തെ തന്നെ ദൈവം അനുഗ്രഹിക്കുന്ന തീരുമാനമെടുക്കുവാണ്. ഇന്ന് ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ഓരോരുത്തരെക്കുറിച്ചും നിങ്ങളുടെ കുടുംബത്തെ, മക്കളെ, ജീവിത പങ്കാളിയെ, ശുശ്രൂഷയെ, നിങ്ങളുടെ സമർപ്പണ ജീവിതത്തെ അനുഗ്രഹിക്കുന്ന തീരുമാനം ദൈവം എടുക്കട്ടെ. എൻ്റെ പ്രാർത്ഥനയെ നോക്കി ദൈവം പ്രസാദിക്കണം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ലക്ഷക്കണക്കിന് ആളുകൾ, പതിനായിരക്കണക്കിന് ആളുകൾ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്നുണ്ട്. വിവിധ രാജ്യങ്ങളിൽ, കുടുംബങ്ങളിൽ ഇരുന്ന് കർത്താവെ, ഞങ്ങളെ ഓർത്ത് അങ്ങ് പ്രസാദിക്കണമേ. ദൈവപ്രസാദം ഞങ്ങൾക്ക് വേണം, ഞങ്ങളുടെ തലമുറയ്ക്ക് വേണം, ഞങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ വേണം. ഞങ്ങളുടെ കുടുംബത്തിനകത്തൊരു സ്നേഹമില്ല, പരസ്പരം വഴക്കാണ്, ദേഷ്യമാണ്, അത് മാറണം. തമ്മിൽ അകൽച്ചയാണ്, അത് മാറണം. ഞങ്ങളുടെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ പ്രസാദം ആവശ്യമാണ്. അനുഗ്രഹത്തിൻ്റെ ഒരു തീരുമാനം ഇന്ന് ഞങ്ങളിൽ ഉണ്ടാകണമേ. ദൈവാനുഗ്രഹത്തിൻ്റെ അടയാളങ്ങൾ ഉണ്ടാകണമേ. ദൈവമേ, ഈ വചനം കേട്ടതിലൂടെ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചു എന്നതിൻ്റെ ഒരു അടയാളം തന്നെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞായറാഴ്ചയാണ്. ഈ വചനത്തിലൂടെ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരാഴ്ചക്കാലം മുഴുവൻ വചനം കേൾക്കുവാനുള്ള അനുഗ്രഹം ഉണ്ടാകട്ടെ. നോമ്പ് കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ വചനം കേൾക്കുന്നവരുണ്ട്. നിങ്ങൾ വചനം സ്ഥിരമായി കേൾക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം, അയച്ചു കൊടുക്കുന്ന ഒരുപാട് പേരെ അറിയാം. ഓരോരുത്തരെന്നെ കാണുമ്പോൾ ഫോൺ എടുത്തിട്ട് പറയും, ഞങ്ങൾ 1000 പേർക്ക് അയക്കുന്നുണ്ട്, ഞങ്ങൾ ഇന്നപോലെ ചെയ്യുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം എന്നിലൂടെ ആരുടെയൊക്കെയോ കണ്ണുനീരൊപ്പാൻ കാരണമാകുന്നെങ്കിൽ അത് ദൈവ മഹത്വത്തിന് കാരണമാകും, അത് ദൈവം മഹത്വപ്പെടാൻ കാരണമാകും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരാഴ്ചക്കാലം നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നല്ലൊരാഴ്ചയായിരിക്കണം, നല്ല സന്തോഷത്തോടെ ആയിരിക്കട്ടെ, അനുഗ്രഹമുള്ളൊരു സമയമായിരിക്കട്ടെ, നന്മയുണ്ടാകട്ടെ, ഐശ്വര്യമുണ്ടാകട്ടെ എന്നൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനം പാളിപ്പോകത്തില്ല. നിങ്ങൾ നന്മയുള്ള ഒരവസ്ഥയിലേക്ക് വരും.